വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ വികസന കവാടമായി തുറന്നിരിക്കുന്നു. 100 വർഷത്തിലധികമായി വിഴിഞ്ഞത്തിൻ്റെ ഫയലുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. മഹാരാജാവിൻ്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖം പണിയണം എന്ന് തീരുമാനമെടുത്തിരുന്നു. പിന്നീട് ഇപ്പോഴാണ് രാജ്യത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് സമർപ്പിച്ചത്. ഇതിനു മുമ്പ് 2010 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഒരു ഉദ്ഘാടനം നടത്തിയിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിയെ നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കല്ലുകളൊക്കെ ഇട്ടിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും ഉദ്ഘാടന ശിലാഫലകം പ്രധാനമന്ത്രി വന്ന് ചെയ്തിരിക്കുന്നു. 3000 വർഷം മുമ്പ് വിഴിഞ്ഞത്ത് തുറമുഖം ഉണ്ടായിരുന്നുവെന്നും ഇവിടുന്ന് ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കുമൊക്കെ കപ്പലുകൾ പോയിരുന്നെന്നും ഇവിടുത്തെ തേക്കും തടിയുടെ അവശിഷ്ടങ്ങൾ കടലിലെവിടെ കണ്ടിരുന്നൊക്കെയുള്ള ചില പഠനങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ 3000 വർഷം മുമ്പും വിഴിഞ്ഞം തുറമുഖം ഉണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. എനിവേ, പുതിയ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ വിഴിഞ്ഞം തുറമുഖം കവാടം തുറന്നു എന്ന് പറയുന്നത് പോലെ, വികസനത്തിൻ്റെ കവാടം കേരളത്തിന് തുറന്നു എന്ന് പറയുന്നത് പോലെ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു കവാടവും തുറന്നിരിക്കുകയല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ 25 വർഷത്തെ ഒരു പരിണാമം ഈ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് അതിൻ്റെ നാൾവഴികളുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു പരിണാമം നമുക്ക് മനസ്സിലാവും. 2000 വർഷത്തോളം ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ CPMന് 2 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, 2 പാർട്ടി സെക്രട്ടറിമാർ, അല്ല 2-3 പാർട്ടി സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അതുപോലെ പിണറായി വിജയൻ ഏകദേശം 9 വർഷത്തിലധികമായിട്ട് മുഖ്യമന്ത്രി, അതിനു മുമ്പ് 10-13 വർഷത്തോളം പാർട്ടി സെക്രട്ടറിയുമായിരുന്നു. അച്യുതാനന്ദനും അതുപോലെ. അച്യുതാനന്ദൻ പറഞ്ഞു, ഇത് അമേരിക്കൻ സാമ്രാജ്യത്വവും അമേരിക്കൻ കക്ഷികളും ചാരകക്ഷികളുമൊക്കെ വന്ന് തമ്പടിക്കാൻ വേണ്ടിയിട്ടാണ് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏത് വിധേനയും വിഴിഞ്ഞം തുറമുഖത്തെ എതിർക്കണം, നശിപ്പിക്കണം, ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു ഏകദേശം 2000 ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അതേ VS അച്യുതാനന്ദൻ തന്നെ 2006, 2007, 2008 മുതൽ ഈ വിഴിഞ്ഞ തുറമുഖം വരാൻ വേണ്ടി ഉത്സാഹത്തോടു കൂടി പണിയെടുക്കുകയും 2010 അതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഇതേപോലെ പിണറായി വിജയനും ഈ വിഴിഞ്ഞം തുറമുഖം ഒരു കാരണവശാലും വരരുത്, ഇത് ആഗോള കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ്, അത് കമ്മ്യൂണിസത്തിനെതിരാണ് എന്നൊക്കെ പ്രസംഗിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്ത് പോയി നിന്ന് ഈ ആഗോള കുത്തക മുതലാളിയായ അദാനിയുടെ ബാഡ്ജ്യം ധരിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ഈ ആഗോള കുത്തക മുതലാളിക്ക് പാട്ടത്തിന് കൊടുത്ത സ്ഥലത്ത് നിൽക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഈ ആഗോള കുത്തക മുതലാളിത്തം, അമേരിക്കൻ വ്യവസായം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ചു എന്ന് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആഗോള കുത്തക മുതലാളി, അമേരിക്കൻ സാമ്രാജ്യത്വം എന്നൊക്കെ ഒരു ചതുർത്ഥിയായിരുന്നു, അത് പാടില്ലായിരുന്നു, അകറ്റി നിർത്തണമായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് പ്രശ്നമല്ല, അവരോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ആഗോള കുത്തക മുതലാളിമാർ നമുക്ക് വേണം, അവർ ആണ് നമ്മുടെ കൂട്ടുകാർ എന്നുള്ളത് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പരിപാടിയാണ് വിഴിഞ്ഞത്തെ ഈ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനവും അതിനു മുമ്പുള്ള നാൾവഴികളും. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി 2000 മുതൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്നെത്തി നിൽക്കുന്നു, അന്ന് എവിടെയായിരുന്നു എന്നുള്ളത് വിഴിഞ്ഞം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കേസ് സ്റ്റഡി പോലെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിണാമം. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസം അങ്ങ് ഉപേക്ഷിച്ചു. പാർട്ടിയുണ്ട്, പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, മാർക്സിസം ഇല്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടി ആണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം കുത്തക മുതലാളിമാരും ആഗോള കക്ഷികളും ഒക്കെ വളരാൻ വേണ്ടി അവർക്ക് കവാടം തുറന്നു കൊടുക്കുന്ന, വാതിൽ തുറന്നു കൊടുക്കുന്ന, അവരോട് ചങ്ങാത്തം സ്ഥാപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ് ഇന്ന് ആ പാർട്ടിയിലുള്ളത്, പാർട്ടിക്ക് വേണ്ടതും. ഇനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ പോയി എന്നുള്ള കാര്യത്തിന് ഒരു മന്ത്രിയെ ശകാരിച്ചിട്ടുണ്ട്, ഷിബു ബേബി ജോണിനെ മറ്റോ. അതുപോലെ ഗുജറാത്തിൽ വികസനം നടന്നിട്ടുണ്ട്, അവിടെ നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ശകാരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടിയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഗുജറാത്തിലും തുറമുഖമുള്ള, അതേസമയം ഇപ്പോൾ വിഴിഞ്ഞത്തും തുറമുഖമുള്ള ഒരാളാണ് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചങ്ങാതി. അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ചു കാലം മുമ്പ്
പാലസ്തീന് പിന്തുണ നൽകുകയും പാലസ്തീനെ ആക്രമിക്കുന്ന ഇസ്രായേൽ ഒരു ഭീകര ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതേ അദാനിക്ക് തന്നെ ഇസ്രായേലിലും തുറമുഖമുണ്ട്, ഇപ്പോൾ വിഴിഞ്ഞത്തും തുറമുഖമുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഇസ്രായേലിൽ തുറമുഖം നടത്തുന്ന അതേപോലെ തന്നെ വിഴിഞ്ഞത്തും തുറമുഖം നടത്തുന്ന ആൾ ഇപ്പോൾ ചങ്ങാതിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വീണ്ടും അവരുടെ നിലപാടുകൾ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ വിഴിഞ്ഞത്തെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം. അവർക്ക് ഇസ്രായേലുമായിട്ട് പ്രശ്നമൊന്നുമില്ല, അതുപോലെ ഗുജറാത്തുമായിട്ടും പ്രശ്നമൊന്നുമില്ല. എല്ലാവരും നമ്മുടെ ചങ്ങാതിമാർ തന്നെ. ആഗോള കുത്തക മുതലാളിമാർ ഇവിടെയൊക്കെ ഉണ്ടാവണം, ഇവിടെ ഉണ്ടാവണം, അവിടെയൊക്കെ ഉണ്ടാവണം എന്ന് മാത്രമേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളൂ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു കാര്യം, ഈ അദാനി ഇവിടെ വന്ന് തുറമുഖം പണിതത് അദ്ദേഹത്തിന് ഇവിടെ ഒരു ചാരിറ്റി ആയിട്ടും കേരളത്തിനെ വികസിപ്പിക്കാമെന്നുള്ള ഉദ്ദേശത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാമെന്നാണ്. അദ്ദേഹം ഒരു സാമ്രാജ്യത്വത്തിൻ്റെയും കുത്തക മുതലാളിത്തത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിരൂപമാണ്. അദ്ദേഹം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇസ്രായേൽ തുറമുഖം നടത്തുന്നത്, ഗുജറാത്ത് തുറമുഖം നടത്തുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ, ബിസിനസ്സൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ഈ കടൽ ഏകദേശം 300 ഏക്കറോളം നികത്താൻ വേണ്ടിയുള്ള അനുമതിയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി നൽകിയിരിക്കുന്നത്. അതേസമയം പരിസ്ഥിതി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവിടെ കടൽ നികത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് 2008 പാടം പോലും നികത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുള്ള സമയത്താണ് ഇവിടെ നിയമം കൊണ്ടുവന്നത്. 2008 അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് വെള്ളക്കെട്ടുള്ള പാടം പോലും നികത്താൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് 300 ഏക്കറോളം കടൽ തന്നെ നികത്തിക്കോ എന്നും പറഞ്ഞിട്ട് അഡാനിയെ വിളിച്ച് നികത്താൻ അനുമതി കൊടുത്ത് അതിനുള്ള എല്ലാവിധ സഹായവും തുറന്ന് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. അപ്പോൾ പരിസ്ഥിതിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് മാറി, കടൽ തന്നെ നികത്തിക്കോ, നിങ്ങൾ വേണേ ഇതെല്ലാം കൊണ്ടുപോക്കോ എന്നുള്ള ഒരു നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിണാമവും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കമ്മ്യൂണിസം ഇല്ലാതായതിൻ്റെയും കൂടെ ഒരു ദിവസമാണ് വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ച ദിവസം.